അപ്പച്ചിക്ക് ഉറക്ക ഗുളിക കൊടുത്ത് ഉറക്കിക്കൂടെ? മക്കളെ ശംഭു, ഈ ഉറക്ക ഗുളിക കൊടുത്ത് ശീലമായി പോയാലേ ഭയങ്കര പ്രശ്നമാടാ. അതൊന്നും വേണ്ട, വരട്ടെ, നമുക്ക് നോക്കാം. വേറെ ഒരു വഴിയില്ലെങ്കിൽ നമുക്ക് അതൊക്കെ ആലോചിച്ചാൽ പോരെ, അല്ലേ ഋഷികേശേ? അതെ അതെ. അല്ല കുഞ്ഞുണ്ണി, എനിക്കൊരു അഭിപ്രായമുണ്ട്. ഒരു AC ഫിറ്റ് ചെയ്ത് കൊടുത്താൽ ചിലപ്പം കൊച്ചു കിടന്ന് ഉറങ്ങുമായിരിക്കും. ശരിയല്ലേ? അല്ല, വേറൊരു കാര്യം കൊണ്ടുണ്ട്, വെക്കുമ്പോൾ മൊത്തം മുറിയിലും അങ്ങ് വെക്കണം. അതെന്താ അപ്പൂപ്പ? അപ്പച്ചിക്ക് മാത്രമല്ലേ ഇവിടെ ഉറക്കം കിട്ടാത്തുള്ളൂ? അല്ല മോളെ, പിന്നെ വെക്കുമ്പോൾ മൊത്തത്തിൽ അങ്ങ് വെക്കണം. അതല്ലേ അതിൻ്റെ ഒരു ശരി. അല്ലടാ കണ്ണാ കൊച്ചു, അവൻ അറിഞ്ഞൂടാ. അതാണ്, അവരും അറിഞ്ഞൂടാ. ഈ AC ഒന്നും അല്ല ഋഷികേശേ പ്രശ്നം. എന്തായാലും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടാ. ഉത്തമനും ലളിതയും കൂടെ ജോത്സ്യനെ കാണാൻ പോയിരിക്കില്ല. അവർ വരട്ടെ, അപ്പൊ അറിയാമല്ലോ കാര്യങ്ങൾ എന്താണെന്നൊക്കെ. ഞാൻ ഗൂഗിളിൽ നോക്കി കുറെ ടെക്നിക്സ് കണ്ടുപിടിച്ചായിരുന്നു ഉറക്കം വരാനേ. പക്ഷെ അപ്പച്ചി മൈൻഡ് ചെയ്യാനുള്ള എടി AC ഫിറ്റ് ചെയ്യുന്ന ടെക്നിക്കാന്നോ നീ കണ്ടുപിടിച്ച്? അതൊന്നുമില്ല, അത് കൊറേ ഉണ്ട് അപ്പൂപ്പ. അച്ഛമ്മ, എന്താ മോനെ? രാകേഷ് ജോത്സ്യൻ എന്താ പറഞ്ഞു? ഓ, വലിയ ഉപകാരമുള്ള കാര്യമൊന്നും പറഞ്ഞല്ലോ മക്കളെ. എടി നീ കാര്യം എന്താന്ന് വെച്ചാൽ തുറന്നു പറ. അച്ഛാ, കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ വീട്ടിൽ ഏതോ ഒരു ദുഷ്ടശക്തി വന്ന് കയറിയിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് പൈങ്കിളിക്ക് ഉറക്കം കിട്ടാത്തതെന്ന്. എന്റെ ദൈവമേ, ദുഷ്ടശക്തിയാ! എന്നിട്ട് ഇത് ഒഴിപ്പിക്കാനുള്ള വഴിയൊന്നും അങ്ങേര് പറഞ്ഞു തന്നില്ലേ? ഇല്ല, പക്ഷെ നമ്മൾ തന്നെ ഒഴിപ്പിച്ചു വിടാവുന്ന ഒരു ദുഷ്ടശക്തിയാണ് കൂടിയിരിക്കുന്നെന്ന് മാത്രം പറഞ്ഞ്. ആരാണോ എന്തോ അല്ലേ? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അതാരാ കുറച്ചു ദിവസം മുമ്പ് വന്ന ദുഷ്ടശക്തി? ഇതെന്താ എല്ലാരും കൂടെ എന്റെ മോന്തയ്ക്ക് നോക്കിക്കുന്നത്? ആ ദുഷ്ടശക്തിയെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ അറിയും? പിന്നെ ഒരു കാര്യം പറയാം, എനിക്കിതിനകത്തൊന്നും വലിയ വിശ്വാസമില്ല. ഇത് മാത്രം ചിന്തിച്ചിരുന്ന ഭ്രാന്ത് പിടിക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, വളരെ മറുത. പിന്നെ ചുമ്മാ രാവിലെ ഓരോ പരിപാടികൾ, ദുഷ്ടശക്തി. അളിയാ, ഉറക്കത്തിനെ കുറിച്ച് റാപ്പ് പാടാൻ പോവാ. ഉറക്കം അത് നടന്നില്ലെങ്കിൽ കറക്കം, കൂടെ പിറപ്പാണെങ്കിൽ പരക്കും, പഞ്ഞോട്ടത്തിനൊടുവിൽ ഒരു പിണക്കം. മനുഷ്യ ഇവിടെ പേടിച്ച് ഇരിക്കുമ്പോഴാണ് നിന്റെ റാപ്പിങ്. അതിനെന്തിനാളെ ഇത്ര പേടിക്കുന്നത്? എടാ, ഞാൻ ഉറങ്ങി കിടക്കുമ്പോഴേ അവൾക്ക് ഉറക്കം വരണില്ലെന്ന് പറഞ്ഞോണ്ട് അവളൊരു പിജാത്തി എടുത്തോണ്ട് എന്റെ വൈകിട്ട് കുത്തിത്താന്ന് എന്ത് ചെയ്യും? അപ്പൊ അളിയന് ഇതൊരു വിശ്വാസം വന്നില്ലേ? എന്റെ ദൈവമേ, ഞാനിത് എന്തോന്ന് പറഞ്ഞ് വിശ്വസിക്കും ഇത് അഭിനയമൊന്നും. എടാ പോടാ, ഇത് അഭിനയൊന്നും അല്ലടാ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, അവളെ ഭ്രാന്താശുപത്രി കൊണ്ടുപോകാം, ഷോക്ക് അടിപ്പിക്കാൻ വേണ്ടി. അപ്പൊ അവള് സത്യം പറയത്തില്ലേ? എന്തോന്നു അവൾക്ക് ഭ്രാന്തില്ലെന്ന്? എടാ, ഇതിപ്പോ ഭ്രാന്തുള്ളവരെ വരെ ഷോക്ക് അടിപ്പിക്കാന്ന് കൊണ്ട് അവർ ഭ്രാന്തില്ലെന്നല്ലേ പറയൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. പിന്നെ അല്ലാതെ ഇത്രയും നാളെ എനിക്ക് ജ്യോത്സ്യത്തിലൊന്നും യാതൊരു വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ഇത് വിശ്വസിച്ചു. അതെന്തളിയാ? കൃത്യമായിട്ട് പറഞ്ഞു വന്നില്ലേ? എന്തോന്ന്? എടാ, ഈ വീട്ടിലൊരു ദുഷ്ടശക്തി ഉണ്ടെന്നാണ് ജോത്സ്യർ പറഞ്ഞത്. അതല്ലേ പൈങ്കിളിയുടെ ഉറക്കമില്ലായ്മയ്ക്ക് കാരണം. ദുഷ്ടശക്തിയാ? അതാര്? എൻ്റെ മാമ ഋഷികേശ്. അങ്ങേരെ ആർഭാടങ്ങൾക്കൊക്കെ പൈസ കൊടുക്കണ ആരാണ്? പൈങ്കിളിയല്ല കൊടുക്കണേ. അവൾക്ക് എങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റും? ശരി തന്നെ അളിയാ. എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ നിഗമനത്തിൽ തന്നെ ഉറച്ചിരിക്കുക. അവൾ നല്ല ഒന്നാം തരം തരികിടിയാ. എടാ ഉത്തമ മരുമോനെ, എടാ നമ്മുടെ പിള്ളേർ ഇപ്പം നെറ്റി നോക്കി കണ്ടുപിടിച്ച കേസാണ്. വൈകിട്ട് കിടക്കാൻ നേരം പാലിനകത്ത് ബദാം പരിപ്പും കുങ്കുമപ്പൂവും ഇട്ട് ശരിക്കും അടിച്ചു കുടിച്ചാൽ നല്ല ഉറക്കം കിട്ടുമെന്ന്. പിന്നെ ഇപ്പം പിള്ളേർ കണ്ടുപിടിച്ച കേസ്. പിന്നെ നീ വാങ്ങിക്കാൻ പോവാണെങ്കിൽ ഇത്തിരി കൂടുതൽ വാങ്ങിച്ചോണം. എടാ, എനിക്കും ഇപ്പോൾ പഴയ പോലെ വൈകിട്ട് കിടക്കുമ്പോൾ ഉറക്കം വരുന്നില്ലടാ, ഒരു സുഖവും കിട്ടുന്നില്ലടാ. വാങ്ങിക്കാം മാമ. മറ്റേ കേസ് എന്താ എടാ? മറ്റേ ജോത്സ്യര് പറഞ്ഞ കേസ്. ജോത്സ്യര് പറഞ്ഞതെല്ലാം ഇതായിട്ടുണ്ട്. ആളെ കിട്ടി. ദുഷ്ടശക്തിയുടെ എവിടെ ഉണ്ടെന്ന് വല്ല ഐഡിയയും കിട്ടിയോ? ഓ, ഏകദേശം ഒരു ഐഡിയ കിട്ടി ഞങ്ങളെ. കിട്ടിയോ? അയ്യോ, ഇവിടെ തന്നെ അടുത്ത് തന്നെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. ആണോ? പിന്നെ പേടിപ്പിക്കാതെ പറഞ്ഞു. അയ്യോ ഋഷികേശേ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടാ. ഞങ്ങൾ മിക്കവാറും ഉടനെ ദുഷ്ടശക്തിയെ ചവിട്ടി പുറത്താക്കും. നമുക്ക് നമ്മുടെ കൊച്ചിന്റെ ആരോഗ്യം നോക്കാതിരിക്കാൻ പറ്റുമോ? പിന്നെ സംശയമുണ്ടോ? പിള്ളേരുടെ ഭാവി നമ്മൾ നോക്കണ്ടേ? മുന്നും പിന്നും നോക്കരുത്, വെച്ച് കാച്ചേക്കണം. അല്ലാതെ തന്നെ കേട്ടല്ല, വച്ച് കാച്ചേക്കണം കേട്ടാ. കൈ കിട്ടി. ശരി മാമ.